യെസ്, വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ BJP നേതാവ് ടോം വടക്കൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടോം വടക്കൻ, ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക, അതാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നത് എന്നൊരു പൊതു നിരീക്ഷണമുണ്ട് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അതിനുള്ള ശ്രമമാണോ ഇപ്പോൾ ശശി തരൂർ നടത്തുന്നത്? ഉണ്ണിത്താൻജിനെ ഞാൻ കുറെ വർഷമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരു ഫയർ ബ്രാൻഡ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ഇഷ്യൂവിലാണ്. ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുമ്പോ കക്ഷി പറഞ്ഞിരിക്കുന്നത് പല പാർട്ടികളിലും ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ട്. മെറിറ്റ് ബേസ് അല്ല, അത് ലോജിക്കൽ അല്ലേ? ഒരു കുടുംബത്ത് ഉള്ള സകല ആളും പട്ടിയെ വിട്ടിട്ട് ബാക്കിയുള്ളവരും ഒക്കെ രാജ്യസഭാ മെമ്പേഴ്സും പൊസിഷൻസിൽ വരുമ്പോ പാർട്ടി വർക്കേഴ്സിന് എന്താ ഉള്ളേ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത് കോൺഗ്രസ് പാർട്ടിയെ പറ്റി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, SP യെ പറ്റി പറഞ്ഞിട്ടുണ്ട്, BJDക്ക് പറ്റി പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ ടെമിലിയൻ പാർട്ടീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വായിക്കാതെ ഇത് ഇങ്ങനെ ഒരു ഫയർ ബ്രാൻഡ്, നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. പക്ഷേ അതിൽ ഈ നെഹ്റു കുടുംബം ഇങ്ങനെയൊരു പ്രതീതി ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതൊരു എക്സാമ്പിൾ സൈറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ശരിയല്ലേ? റിയാലിറ്റി അല്ലേ? അത് എന്ത് തെറ്റ് പറഞ്ഞു? ഞാൻ ശശി തരൂരിന്റെ അഡ്വക്കേറ്റ് ആയിട്ടല്ല, ഞാൻ പാർട്ടി പൊസിഷന് നീറ്റ സംസാരിക്കുന്നേ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇത് സത്യമല്ലേ? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരുടെ ബർത്ത് റൈറ്റ് ആണോ ഭരിക്കാൻ? ഇവര് ഭരിക്കാനാണോ ജനിച്ചിരിക്കുന്നത്? രാജാക്കന്മാരാണോ? അത് പോട്ടെ. അല്ല, നൽകിയ മറുപടിയുണ്ട്, അത് താങ്കൾ ശ്രദ്ധിച്ചോ? അതായത് ഇവരൊക്കെ AICCയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചവരാണ്, പ്രിയങ്ക ഗാന്ധി ഒഴികെ. ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാടിന്റെ MP ആണ്, രാഹുൽ ഗാന്ധി MP ആയിരുന്നു. ഈ പറയുന്ന ഈ അതായത് ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അവർ രാഷ്ട്രീയക്കാരാകാൻ പാടില്ല എന്നുള്ള ചിന്തയും ശരിയല്ലല്ലോ എന്നുള്ളതാണ്. ഈ കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്ത് മത്സരിക്കുന്നവരെ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് എടുത്ത്, അല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ കൂടി കണ്ടിട്ടൊന്നുമല്ല വയനാട്ടിൽ ജയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. അവർ സെലക്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ടെസ്റ്റ് ചെയ്ത് അവര് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സാക്ഷാൽ വോട്ട് ചോറി അവിടെയാണ് നടക്കുന്നത്. കാരണം അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അവർക്ക് ആ സ്വാധീനമുണ്ട്. അപ്പൊ അവരതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് പബ്ലിക് മാൻഡേറ്റ് എടുക്കുന്നത്. അപ്പൊ ആ മാൻഡേറ്റിന്റെ ബേസിസിൽ നിങ്ങൾ അവർക്ക് മെറിറ്റ് ആണ്, അവർക്ക് ഇനി നെക്സ്റ്റ് പൊസിഷൻ രാഹുൽ ഗാന്ധിക്ക് ഓഫർ ചെയ്തതാണ് മൻമോഹൻ സിംഗ് എന്റെ ഗവൺമെന്റിൽ ചേരാൻ. ഇല്ല, ഞാൻ ചേരില്ല, കാരണം എനിക്ക് പ്രൈം മിനിസ്റ്ററിന്റെ പോസ്റ്റേ വേണ്ടോ. ഇങ്ങനത്തെയാണ് അവരുടെ ആർഗ്യുമെന്റ്. ഇപ്പൊ ഈ ഫാമിലി, ഇപ്പൊ ഇവരുടെ എന്താ പറയാ, പ്രിയങ്ക ഗാന്ധിയുടെ മകന്റെ പേര് മാറ്റി. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് പബ്ലിഷ്ഡ് മെറ്റീരിയലാണ്, ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതാണ്. പേര് ഗാന്ധി ഉപയോഗിക്കാൻ. അപ്പൊ ഈ ഗാന്ധി പേര് ഉപയോഗിച്ച് ജനങ്ങളെ എന്താ പറയാ, ഗാന്ധിയുടെ ഒരു ഫാമിലിയുടെ ഒരു റിലേഷൻഷിപ്പ് കാണിച്ച് അവര് ഭരിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഈ തരം പൊളിറ്റിക്സ് വേണ്ടെന്ന് തമിഴ്നാട്ടിൽ നടക്കേണ്ടത്. ശശി തരൂരിന് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളല്ല. പക്ഷെ തരൂരിന് കൃത്യമായ ഇടം കോൺഗ്രസ് നൽകുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു, MP ആകുന്നു, കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനമടക്കം നൽകുന്നു. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമാണ്. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് 2 പേരായിരുന്നു, ശശി തരൂരും മല്ലികാർജുൻ ഖാർഗെയുമാണ് മത്സരിച്ചത്. അവിടെയൊക്കെ ഈ കുടുംബാധിപത്യം എന്നതിൽ നിന്ന് കോൺഗ്രസ് മുക്തമാകാൻ ഇപ്പോഴത്തെ നേതാക്കളെങ്കിലും തയ്യാറാകുന്നില്ലേ? ശശി തരൂരിനെ പോലെ ഒരു കുടുംബ പശ്ചാത്തല രാഷ്ട്രീയം ഇല്ലാത്ത ഒരാൾക്ക് ഇടം നൽകിയില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മിശ്രമാണ് കോൺഗ്രസ് നടക്കുന്നത് എന്നല്ലേ നിരീക്ഷിക്കേണ്ടി വരുന്നത്? അത് നിങ്ങളുടെ പ്രതീക്ഷ. ഇതിന്റെ സാക്ഷാൽ കഥ ഞാൻ ഇപ്പോ പബ്ലിക് ഡൊമൈനിൽ പറയുന്നില്ല. അവര് ചെയ്യുന്നത് അവരെ രക്ഷിച്ച പല കാര്യങ്ങളുണ്ട്, ശശി തരൂർ ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ,
റിട്ടേൺ ഗിഫ്റ്റ് ആണിത്. അപ്പൊ അത് ഞാൻ പബ്ലിക് ഡൊമൈനിൽ പറയുന്നില്ല. അല്ലാതെ ചുമ്മാ ഒരാളെ പിടിച്ച് ഈ പൊസിഷൻസിലൊക്കെ ആക്കിയത് എങ്ങനെ വന്നു, ശശി തരൂർ എന്താണ് സപ്പോർട്ട് കൊടുത്തത്, ശശി തരൂരിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഇത് അന്വേഷിക്കാൻ ഒരു പുസ്തകം എഴുതാനുള്ള സബ്ജക്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ സംശയം. അതിപ്പോ BJP ചെയ്യുന്നില്ലേ, അത്തരത്തിൽ ആളുകളെയൊക്കെ നിയമിക്കുന്നില്ലേ? BJP മെറിറ്റ് ആൾക്കാർ BJPയിലേക്ക് വരുമ്പോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ട്. അവർക്ക് വന്ന ഉടനെ പൊസിഷൻസ് ഒന്നും കൊടുക്കാറില്ല. 5-6 കൊല്ലം ഞാനും BJPയിലെ MP ആയിരിക്കുന്നു, വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല, പക്ഷെ അവർക്കൊരു മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ്. അൽഫോൺസ് കണ്ണന്താനം BJPയുടെ കൊടി പിടിച്ചു നടന്ന ആളല്ല, ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. സുരേഷ് ഗോപി സിനിമാ മേഖലയിൽ നിന്ന് വന്നതാണ്. എത്രയോ പാരമ്പര്യമുള്ള നിരവധിയായ ആളുകൾ സുരേഷ് ഗോപിയേക്കാൾ മികവുറ്റവർ കേരളത്തിലുണ്ട്. ഞാൻ ഈ കേരളം മാത്രമാണ് ഉദാഹരിച്ചത്. നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂല പറയുന്നേ. ആദ്യം നടനെ പറ്റി നിങ്ങൾ സംസാരിച്ചു. ആളവിടെ വർക്ക് ചെയ്തു, രണ്ട് പ്രാവശ്യം തോറ്റു, പിന്നെ ജയിച്ചു. ടെസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ് ആണിത്. കാൻഡിഡേറ്റിന്റെ പെർഫോമൻസിന്റെ ബേസിസിലാണ് അയാളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് തൃശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വന്ന ആളാണ് നമ്മുടെ നടൻ. അപ്പൊ അയാളെ ഞാൻ ഓരോ ഇൻഡിവിജ്വൽസിനെ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ വേറെ ആരെ പേരെടുത്ത് PT ഉഷ ഒരു നാഷണൽ ഐക്കോൺ ആണ്. അപ്പൊ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് അത് മെറിറ്റ് വന്ന കേസാണ്, അല്ലാതെ അവരുടെ കുടുംബം നോക്കിയിട്ട് വന്നതല്ല. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പദവി സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു മലയാളി കൂടിയാണല്ലോ ശശി തരൂർ. അതെ, തരൂരിന് ഒരിടം കൊടുത്തു. അതിൽ നമ്മൾ എന്തിനാണ് ഞാനീ ഇതിനൊന്നും നെഗറ്റീവായില്ല ശ്രീ ടോമടക്ക ഞാൻ സൂചിപ്പിച്ചത്. ഇതെല്ലാ പാർട്ടികളും ചെയ്യുന്നുണ്ട്. കുടുംബാധിപത്യം നോക്കിയാലും BJP ഒരു പരിധിവരെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ സിന്ധ്യ കുടുംബം BJP ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ദേവഗൌഡയുടെ കുടുംബം അതൊക്കെ BJPയോട് കൈകോർത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കുടുംബാധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി BJP ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം, പൊളിറ്റിക്സ് ഇതൊക്കെ ഇലക്ട്രൽ ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. അപ്പൊ ഇലക്ട്രൽ ഗെയിൻസിനോ അത് ഏത് പാർട്ടിയും ചെയ്യും. കാരണം ഞങ്ങൾ ഇലക്ഷൻ ഓറിയന്റഡ് ഞങ്ങളുടെ വാർ മെഷീൻ ആണ്. അപ്പൊ എവിടെ ഞങ്ങൾക്ക് വിനബിലിറ്റി കാണുന്നു അത് ഞങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യും. ഭാഗമല്ലേ ശ്രീ ടോമടക്കർ യഥാർത്ഥത്തിൽ കോൺഗ്രസും ഉപയോഗിക്കുന്നത്? നെഹ്റു കുടുംബം മെഷീൻ കൂടിയാണ്. അതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗത്ത് നിന്നു എന്നതിനപ്പുറത്ത് കോൺഗ്രസിന്റെ വോട്ട് മെഷീനാണ് ഈ മോദി കുടുംബം, ക്ഷമിക്കണം ഗാന്ധി കുടുംബം എന്നത്. അവിടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു ഇമേജ് ബിൽഡപ്പ് ഇത് നിസ്സാരമല്ല. കേരളത്തിൽ മാത്രം എന്താ സംഭവിക്കുന്നത്? എന്താണ് വയനാട്ടിൽ മാത്രം? ബാക്കിയുള്ള സ്റ്റേറ്റുകൾ വെസ്റ്റ് ബംഗാളിൽ പോയി, തമിഴ്നാട്ടിലില്ല, കർണാടകത്തിൽ പോവാൻ നിൽക്കുന്നു, ഹരിയാനയിൽ ഔട്ടാണ്. അപ്പൊ എന്താണ് ഇവരുടെ പ്രൊമോഷണൽ അവന്യൂസ്, ഇവരുടെ ഗ്രേറ്റ് റെസ്പെക്ട് എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് അവരോടുള്ള ആ ഒരു സങ്കല്പം അത് കേരളത്തിൽ മാത്രമേ കാണാനുള്ളൂ. അതെന്താ കാരണമാവോ? ഈ സിറ്റുവേഷനിൽ അതും ഒരു ഇഷ്യൂ ആണ്. കേരളത്തിൽ മാത്രം വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി, വേറെ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊന്നും ഒരു ഫൈറ്റ് ചെയ്യില്ല. അവർ തൃശ്ശൂർ വന്ന് നിൽക്കട്ടെ, അവര് എറണാകുളത്ത് വന്ന് നിൽക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കും മുമ്പ് ഇപ്പോൾ താങ്കൾ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് BJPയിലേക്ക് എത്തിയതാണല്ലോ. അങ്ങനെ എത്തുന്നവർക്ക് കൃത്യമായി പരിഗണനയൊക്കെ ലഭിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. തരൂര് യഥാർത്ഥത്തിൽ BJPയിലേക്ക് എത്തേണ്ട ഒരാളാണ്. ഞാൻ അവിടുന്ന് വിട്ടപ്പോ എന്റെ ഇഷ്യൂ വേറെയായിരുന്നു. ആന്റി നാഷണൽ ആക്ടിവിറ്റീസിൽ ഇൻഡൾജ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ഞാൻ കുറെ വർഷം വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് മനസ്സിലായി ഇവരുടെ പൊസിഷൻ ആന്റി നാഷണൽ ആണ്. അപ്പോഴാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ മഹാരാജോ, ഞാൻ മിനിസ്റ്ററോ മെമ്പർ ഓഫ് പാർലമെന്റ് ഒന്നും ആയിട്ടില്ല. ഞാനൊരു പാർട്ടി സ്പോക്സ്മാൻ തന്നെയാണ്. ഞാൻ യുദ്ധം ചെയ്തിട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ 5 വർഷമായി. അപ്പൊ നോക്കൂ, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നു. എനിക്ക് അതിലൊരു എന്താ പറയാ ഒരു നെഗറ്റിവിസം ഇല്ല. കാരണം എനിക്കറിയാം പാർട്ടിയിൽ വർക്ക് ചെയ്താൽ പാർട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് വല്ലതും കിട്ടും. അതാണ് എന്റെ ഒരു ഐഡിയോളജി. BJPയിലേക്ക് വരേണ്ടതുണ്ടോ? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുന്നത് ശശി തരൂരാണ്. ശരി.
വളരെ നന്ദി ശ്രീ ടോമടക്കം ഞങ്ങളോട് പ്രതികരിച്ചതിന്. സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഒരു ഭാഗത്ത് തരൂർ ഇങ്ങനെ തുടർച്ചയായി പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ട്. അത് ഈ ഘട്ടത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കന്നുകാലി പരാമർശം ഉൾപ്പെടെ ഇങ്ങ് തുടങ്ങിയാൽ, പക്ഷേ ഈ ഘട്ടം എന്നതൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ മോദി സർക്കാർ തുടർച്ചയായി അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയെ പുകഴ്ത്തുന്ന സമീപനം, മോദിയുടെ പോളിസികളോട് ചേർന്ന് നിൽക്കുന്ന സമീപനം, അതേസമയം കോൺഗ്രസിനെ കൃത്യമായി കടന്നാക്രമിക്കുന്ന, രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം എത്തിച്ചു നൽകുന്ന ഒരു സമീപനം ഇപ്പോഴും തരൂർ തുടരുന്നുണ്ട്. അവിടെ ഈ ടോമടക്കം പറയുന്നത് പോലെ അത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്ദേശിച്ചതാണ് എന്നൊക്കെയുള്ള ഒരു അനുമാനം. അങ്ങനെ BJP ഇതിനെ കാണാൻ സാധിക്കുമോ? കോൺഗ്രസിന് പോലും കാണാൻ സാധിക്കുമോ സജിത്ത്? ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് വലിയ വെട്ടിലാണ് അഭിലാഷ്, തർക്കമില്ല ഇക്കാര്യത്തിൽ. ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ രീതിയിലുള്ള ഒരു ആർജവത്തിലുള്ള നിലപാട് മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ എടുക്കുമോ എന്നത് സംശയമാണ്. കാരണം തരൂർ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളെ, അതായത് പൊതുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം KPCCയുടെ കോർ കമ്മിറ്റി രൂപീകരിച്ചു. ആ കോർ കമ്മിറ്റിയിലും ശശി തരൂർ അംഗമാണ്. അങ്ങനെ സുപ്രധാനമായി സംസ്ഥാന നേതൃത്വവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലി തരൂർ അടുത്തിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ലേഖനം പുറത്തു വരുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുവിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു, തരൂരുണ്ടാക്കിയ വിവാദ നീക്കങ്ങളൊക്കെ ഒഴിഞ്ഞു എന്ന് കരുതിയിടത്താണ് ഈ വിഷയം ഉണ്ടാവുന്നത്. മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി കേരളത്തിലുണ്ട്. അത് തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കെ നിൽക്കുമ്പോൾ തരൂരിനെ പോലെ